ഹായ് കൂട്ടുകാരെ, ഞാൻ ഇതിനു മുന്നിൽ ഏത്തവാഴ കൃഷിയുടെ 1ഉം 2ഉം പാർട്ട് ചെയ്തായിരുന്നു. ഇത് മൂന്നാമത് ഈ വാഴയ്ക്കൊക്കെ മണ്ണ് കൂട്ടി കൊടുക്കുന്ന ഒരു പണിയാണ് ഇതിന് മുന്നിൽ ചെയ്തിരുന്നത്. കോഴിവളവും കുറച്ച് രാസവളവും കൂടി ചേർന്ന ഒരു വളക്കൂട്ടുകളാണ് ഇട്ട് മണ്ണ് നല്ല രീതിയിൽ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് നിമാവിരകൾക്കൊക്കെ മാറാൻ ഏത്തവാഴയ്ക്ക്. ഏലം പോലെ തന്നെയാണ് ഈ ഏത്തവാഴ കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പണിയാണ്. ഒരു ഏത്തവാഴ കൊലപ്പിക്കുക എന്നുള്ളത് എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് പലവിധ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് ഏത്തവാഴകളിലെ ഈ ഇലകളിൽ ലീഫുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ചിലപ്പോൾ അത് ഇല ചുരുണ്ടു വരും, മഞ്ഞ കളറിൽ വരും. അതൊക്കെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവാണ്. ബോറോണ്, കാൽസ്യം ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഏത്തവാഴകളിൽ കൊമ്പ് ചുരുണ്ടു വരിക, മഞ്ഞ കളറിൽ വരിക. അതൊക്കെ നമ്മൾ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏത്തവാഴയുടെ ചുവട്ടിൽ നമുക്ക് സൂക്ഷ്മമൂലകങ്ങൾ കൊടുക്കാം. അയർ എന്നാണ് മൈക്രോന്യൂട്രിയൻസിൻ്റെ പേര്. അത് നമ്മുടെ കേരള വിജ്ഞാൻ കേന്ദ്രത്തിലൊക്കെ അത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കിട്ടാതെ വന്നാൽ നമുക്ക് കേരള വിജ്ഞാൻ കേന്ദ്രം അവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ബനാന സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പോളിയർ സ്പ്രേ ആണ്. ഇത് നമ്മുടെ വാഴകൾക്ക് ബോറോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവ് വരുമ്പോഴും നമുക്ക് ഇത് പോളിയർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ 75 ഗ്രാം 15 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നാരങ്ങ നീരും ഷാമ്പുവും ചേർത്താൽ ഏറ്റവും നല്ലതാണ്. അത് നല്ല കോട്ടിംഗ് ഉണ്ടായി പിടിച്ചിരിക്കാനും അതിൽ ആ ഏത്തവാഴയിലുണ്ടാകുന്ന ഈ ഏത്തവാഴയിൽ പിടിച്ച് നല്ല ഇത് എളുപ്പമുണ്ട്. നമുക്കിതൊരു 10-15 ദിവസം കഴിയുമ്പോൾ അറിയാം. ഇത് ഏത്തവാഴ കൃഷി ചെയ്യുന്നവർ 2ാം മാസത്തിലും 4ാം മാസത്തിലും കുറച്ച് കഴിയുമ്പോഴാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത്. ഇതാണിപ്പം ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏത്തവാഴ കൃഷിയുടെ ഇപ്പോഴത്തെ രീതി. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.